Hi, Mr. Joseph. Hi, Mr. Manoj. How are you? You are Khadir, Yes, right? sir. ഒരു സസ്പെൻഡ് ചെയ്യപ്പെട്ട ഓഫീസർക്ക് ഇവിടെ എന്താ ജോലി? How can you come? Sir, ഞാനാ കൂട്ടിക്കൊണ്ടുവന്നത്. It's not right. പ്രൈം മിനിസ്റ്ററുടെ അസാസിനേഷൻ നടന്നിരിക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ he cannot come. It's top secret. ആവാതെ സർ. He just want to know how it happened. ഇയാളോട് അതൊക്കെ നമ്മൾ എന്തിനു പറയണം? What authority he have? ദാ നോക്ക്, ഇൻവെസ്റ്റിഗേഷൻ ലിസ്റ്റിൽ നീയും ഒരാളാണ്. വിളിക്കുമ്പോൾ വന്നാ മതി. You can leave now. എന്താ നോക്കുന്നേ? Zip. What? Zip. Oh shit. ടെൻഷൻ ആവാതെ സർ. അതിട്ടിട്ടുണ്ട്. ഭാസ്കർ വെറുതെ പറ്റിച്ചു. ലാൻഡ്മൈൻസും കൈകാലുകൾ നഷ്ടപ്പെട്ടവർ വന്നിട്ടുണ്ട്. അവരെവിടെ? അവിടെ ഇരിക്കുന്നു. നോ സർ. കതിർ, കതിർ, വാ വാ വാ. അഞ്ജലി, ഇത് ഷെഡ്യൂളില്ല. പ്രോട്ടോകോൾ അറിയില്ലേ? നമസ്കാരം കാവൽക്കാര. SPGയുടെ നെറ്റ്വർക്ക് ഞാൻ ഹാക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നീ ഞാനും മാത്രമാണ് സംസാരിക്കുന്നത്. നിനക്ക് ഇനിയും ഒരു ഡെമോ കാർഡ് തരാൻ ഞാൻ പറഞ്ഞിരുന്നില്ലേ? ജോസഫ്, ലുക്ക് അപ്പ്. 10 o'clock. തകര ഷീറ്റിന് മുകളിൽ പ്രാവരിക്കുന്ന ഇടം കണ്ടോ? ആ ഫോറൻസിക്കാരെയും കൂട്ടിക്കൊണ്ടുപോവാ. ഹലോ. എടാ, ഒന്നുകിൽ നീ ഭീരുവായിരിക്കണം, അല്ലെങ്കിൽ നിന്റെ ശബ്ദം ഞാൻ തിരിച്ചറിയരുതെന്ന് കരുതി നീ മിണ്ടാതിരിക്കണം. നിന്നെ പിടിക്കും ഞാൻ. ഒരു ദിവസം നിന്നെ ഞാൻ ജീവനോടെ പിടിക്കും. മരിച്ചാൽ മതിയെന്ന് നീ ആഗ്രഹിക്കും. നെറ്റ്വർക്ക് പ്രോബ്ലം. ഓ, നമ്മൾ ഒരുത്തനെ ഫോൺ വിളിച്ച് അത് വേറൊരുത്തനെടുത്ത് നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കാതെ അവൻ സംസാരിച്ചാൽ
ഫോണിന്റെ പ്രശ്നമല്ല, ഫോൺ എടുത്തവനാണ് പ്രശ്നം. ഡിസ്ട്രോയ് ദ ഫോൺ, ഇഡിയറ്റ്. സർ, സസ്പെക്ടിന്റെ ഒരുപാട് എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. വി മേ ഗെറ്റ് എ ബിഗ് ബ്രേക്ക്. വെരി ഗുഡ്. ഈ സ്ഥലം ആരാ കണ്ടുപിടിച്ചത്? വി മസ്റ്റ് അപ്രീഷിയേറ്റ് ഹിം. ദാ അയാളാണ് സർ, ഗ്രീൻ ഷർട്ട്. വൈ ആർ യു ഹിയർ? നിന്നോട് ആരാ ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞത്? ഇറ്റ്സ് നോട്ട് യുവർ ജോബ്. അയാളുടെ ഇന്റലിജൻസ് വെച്ചിട്ട് ഈ സ്ഥലം കണ്ടുപിടിക്കാനായത്. ഇതെല്ലാം എന്റെ ജോലിയാണ്, ഞാൻ നോക്കിക്കൊള്ളാം. ഹി ഈസ് ഡിസ്റ്റർബിംഗ് ദ ഇൻവെസ്റ്റിഗേഷൻ മിസ്റ്റർ ജോസഫ്. അവനോട് പുറത്തു പോകാൻ പറയൂ. വാട്ട് ഇസ് ദിസ് ബാഡ് സ്മെൽ? താഴേക്ക് നോക്കൂ സാർ. വാട്ട്? ഡോണ്ട് പ്ലേ വിത്ത് മീ അഗൈൻ. ബി കെയർഫുൾ. ജനലിലൂടെ പുറത്തേക്ക് നോക്കൂ സാർ. ഓ മൈ ഗോഡ്. ഇതാ കൊലയാളികൾ ഉപയോഗിച്ച ഫോൺ. അവരാരാണ്, എന്താ? നോ, മിണ്ടാതിരി. എനിക്കെല്ലാം അറിയാം. നീ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നീ ആദ്യം ഇവിടുന്ന് പുറത്തു പോ. ഗെറ്റ് ഔട്ട്. വാട്ട്? സാർ ഇവിടെ നിൽക്കണ്ടെന്നാണ് പറഞ്ഞത്. എവിടെ നിൽക്കണം എവിടെ നിൽക്കണ്ട എന്നൊക്കെ എനിക്ക് അറിയാമോ. അത് നീ പറയണ്ട. അയ്യോ, സ്റ്റുപ്പിഡ് പീജിയൻ. നൗ വി ആർ 100% സക്സസ്ഫുൾ സർ. സൈഗോട്ടിന്റെ ക്രോമോസോം ലെവൽ ഓൾട്ടർ ചെയ്യാൻ സാധിച്ചതിനാൽ ആൺപ്രാണികളെയും പെൺപ്രാണികളെയും പ്രത്യേകം സൃഷ്ടിക്കാൻ കഴിയും. യു ആർ റൈറ്റ്. പക്ഷേ എല്ലാം എന്താ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്? പർപ്പസ്ഫുള്ളായി പട്ടിണി കിട്ടതാണ് സർ. സർ, കൃഷിയിടങ്ങളിൽ മൈനിങ് പാടില്ല എന്ന് പറഞ്ഞ് കൃഷിക്കാർ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നേരത്തെ നമുക്ക് സ്ഥലം തരാമെന്ന് പറഞ്ഞിരുന്നവരും ഇപ്പോൾ തരില്ല എന്നാണ് പറയുന്നത്. അവർ വലിയ സമരങ്ങളൊക്കെ തുടങ്ങാൻ പോവാണ്. നമ്മുടെ മീഡിയാസിനെ വെച്ച് ഈ സമരങ്ങളുടെ കാരണം മൈനോറിറ്റീസ്, നെക്സൽസ്, വിദേശ ശക്തികളൊക്കെയാണ് സ്ഥാപിക്കണം. ശ്രദ്ധ തിരിച്ചിട്ട് കാര്യം നടത്തണം. സർ, വാട്ട്? നമ്മുടെ പ്രോജക്റ്റ് രാമനാഥപുരം പോലെയുള്ള വരണ്ട ഭൂമിയിൽ ആരംഭിച്ചാൽ കൃഷിക്കാരെല്ലാം സ്വമേധയാ അവരുടെ സ്ഥലം നമുക്ക് വിട്ടുതരില്ലേ? യു ആർ റൈറ്റ്. പക്ഷേ തോറിയം തഞ്ചാവൂരിലാണുള്ളത്. സോ പ്രോജക്റ്റ് തഞ്ചാവൂരിൽ നിന്നും രാമനാഥപുരത്തേക്ക് മാറ്റാനാവില്ല. അതുകൊണ്ട് തഞ്ചാവൂരിനെ രാമനാഥപുരമാക്കി മാറ്റണം. കതിരേ, എടാ കതിരേ, എഴുന്നേക്കടാ. എടാ, നമ്മുടെ നാട്ടിൽ ഏതോ ജീവി വന്നെന്ന്. വാ, എഴുന്നേറ്റ് വാ, നോക്ക്. കർഷകർക്ക് ഇത് വീണ്ടും വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. വരൾച്ചയും വെള്ളപ്പൊക്കവും മൂലം ആയിരക്കണക്കിന് ഏക്കറിലെ കൃഷിയാണ് ഈ വർഷം നശിച്ചത്. അജ്ഞാതമായ ഈ പ്രാണികളുടെ ആക്രമണം വരും കാലത്തിൽ കൂടുതൽ നഷ്ടങ്ങളിലേക്കാണ് കർഷകരെ തള്ളിവിടുന്നത്. എടാ, നമ്മുടെ കൃഷിക്ക് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലല്ലോ. ഇങ്ങോട്ടൊന്നും ആ പ്രാണി വരത്തില്ല ചേച്ചി. 4-5 കിലോമീറ്റർ അപ്പുറത്തല്ലേ ആ പ്രാണി ഉള്ളത്. ഇത്രയും ദൂരം അതെങ്ങനെ വരാനാ? ദാ വന്നു കഴിഞ്ഞല്ലോ. എന്താ ഇത്? മഴ പെയ്യുന്ന മാതിരി വന്ന് വീഴുന്നല്ലോ. ദാ നോക്കിക്കേ, ഇതിന്റെ വലിപ്പം കണ്ടു ചേച്ചി. എടാ വൈപ്പ് ഓഫ് ചെയ്ത്. എടാ വൈപ്പ് ഓഫ് ചെയ്യാൻ. അയ്യോ, എടാ സൂക്ഷിച്ച്. പൊട്ട. ഞാൻ പറഞ്ഞില്ല ചേച്ചി, അങ്ങോട്ട് നോക്ക്. എന്താണ് ഇത്? എന്താണ് ഇതൊക്കെ? ചേച്ചി, അത് നമ്മൾ ഉപദ്രവിക്കുന്നത്. വെറുതെ ചുമ്മാ കുട്ടികളെ പോലെ കിടന്ന് പേടിക്കാതെ. റിസർച്ച് ചെയ്തതിനു ശേഷം പറയാം. പ്ലീസ്, വേറെ ഒന്നും പറയാൻ പറ്റില്ല. പ്ലീസ് ഡിസ്റ്റർബ് ചെയ്യാതെ. നിങ്ങൾ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലെ ടീമിലുള്ളതല്ലേ? ടി വിയിൽ കണ്ടിട്ടുണ്ട്. ഞാനിവിടെ കൃഷിയും ചെയ്യുന്നുണ്ട്. ഐ ആം സതീന്ദ്രൻ, എൻഡമോളജിസ്റ്റ്. ഇതേപോലുള്ള വെട്ടുക്കിളികൾ ആഫ്രിക്കയിലെ മഡഗാസ്കറിൽ മാത്രമാണുള്ളത്. കൂട്ടമായി ലക്ഷക്കണക്കിന് വരുന്ന ഇവയെ ലോക്കട്ട്സ് എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യയിൽ ഇവ ആദ്യമായിട്ടാണ് കാണപ്പെടുന്നത്. സർ, ഇത് എങ്ങനെയാ കൺട്രോൾ ചെയ്യുന്നത്? നിങ്ങളെല്ലാം ഓർഗാനിക് രീതിയിൽ കീടനാശിനിക്ക് പകരം വേപ്പെണ്ണയല്ലേ അടിക്കുന്നത്? ഓക്കെ. ആ വേപ്പ് മരത്തിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കിക്കേ. ഇതിനെ നമുക്കൊന്നും ചെയ്യാനാവില്ല. 2-3 ദിവസം കൊണ്ട് താനേ ചത്തോളും. അത് കഴിഞ്ഞ് അതിന്റെ ശല്യം ഉണ്ടാവില്ല. സർ, അതെന്താ ഇണചേരുകയും മുട്ടയിടുകയും? ഒരിക്കലും സംഭവിക്കില്ല. സർ, എന്താ പറയുന്നത്? ഞാൻ ഈ നാട്ടിൽ നിന്നും ഒരുപാട് സാമ്പിൾ കളക്ട് ചെയ്തിരുന്നു. അതിലൊരു പെൺപ്രാണി പോലും ഇല്ലെന്നുള്ളതാണ് നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത്. സർ, വാട്ട് യു മീൻ? നാശമുണ്ടാക്കുന്നത് മുഴുവൻ ആൺപ്രാണികളാണ്.
ലുക്ക് അറ്റ് ദിസ് സബ്ജെനിറ്റൽ ഫോക്കുല. ഇതെങ്ങനെയാണ് സാർ എല്ലാം ആൺപ്രാണികളാവും? ദാറ്റ്സ് എ $1 million ക്വസ്റ്റ്യൻ. ആൺപ്രാണി മാത്രമുള്ളത് നമ്മുടെ ഭാഗ്യം. പെൺപ്രാണി കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ മുട്ടയിട്ട് പെരുകി കാറ്റസ്ട്രോഫിക് ഇവിടെ ആകെ നശിപ്പിച്ചെന്നെ. സാർ ഇതിന്റെ പേരെന്താണെന്ന് പറയാമോ? ദിസ് സ്പീഷീസ് കം അണ്ടർ സിലിഫെറ ഗ്രിഗേറിയ. സോറി, സിലിഫെറ. സിലിഫറ.